നിത്യാനന്ദ റായ് എന്ന് പറയുമ്പോൾ സാമ്രാജ് ചൗധരിയിൽ നിന്ന് അല്പം ഡിഫറൻ്റ് ആണ്. കാരണം സാമ്രാജ് ചൗധരി നിലവിൽ ഉപമുഖ്യമന്ത്രിയാണ്, ആഭ്യന്തര വകുപ്പ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട്. എക്സ്ട്രീംലി പോപ്പുലർ ആയുള്ള ഒരു ലീഡറാണ്, OBC വിഭാഗത്തിൽപ്പെട്ട ലീഡറാണ്. OBC അല്ല, ശരിക്കും EBC എന്ന് പറയും, എക്സ്ട്രീം ബാക്ക്വേർഡ് കാസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട ഒരു ലീഡറാണ്. കുശ്വാഹ വിഭാഗത്തിൽ നിന്നാണ് സാമ്രാജ് ചൗധരി വരുന്നത്. പക്ഷേ സാമ്രാജ് ചൗധരിയും നിത്യാനന്ദ റായിനെയും കമ്പയർ ചെയ്യുമ്പോൾ സാമ്രാജ് ചൗധരിക്കുള്ള ഒരു ന്യൂനത എന്ന് പറഞ്ഞാൽ അദ്ദേഹം പല പാർട്ടികളും പ്രവർത്തിച്ചതിന് ശേഷമാണ് BJPയിൽ വന്നിരിക്കുന്നത്. പക്ഷേ നിത്യാനന്ദ റായ് എന്ന് പറയുമ്പോൾ ABPയിലൂടെ വളർന്നു വന്ന് താഴെത്തട്ടിൽ നിന്ന് പടിപടിയായി ഉയർന്നു വന്നൊരു ലീഡറാണ്. അതുമാത്രമല്ല, അക്കാലത്ത് 80കളിലും 70കളിലൊക്കെ യാദവർ പൊതുവെ BJPയുമായിട്ട് തീരെ അടുപ്പമില്ലാത്ത ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പോൾ ജനസംഘം, BJP ആ ഒരു പ്രസ്ഥാനങ്ങളുമായിട്ട് വലിയൊരു അടുപ്പമില്ലാത്തൊരു സാഹചര്യമായിരുന്നു. അവിടെ ആ സമയത്താണ് നിത്യാനന്ദ റായ് ഉയർന്നു വന്നിട്ട് ഈ ഒരു പാർട്ടിയുടെ ഒരു പ്രധാന നേതാവായി മാറിയത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിത്യാനന്ദ റായ് ഒരു നല്ല ചോയ്സ് തന്നെയാണ്. ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായിട്ടൊക്കെ വളരെ അടുപ്പമുള്ള, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായിട്ടൊക്കെ അടുത്ത വർക്കിംഗ് റിലേഷനുള്ള ഒരു ലീഡർ കൂടിയാണ് നിത്യാനന്ദ റായ്. BJP ഒരു അടുത്ത തലത്തിലേക്കും ബീഹാറിനെ ഒരു മോഡേൺ സ്റ്റേറ്റ് ആയിട്ട് മാറ്റാൻ കേപ്പബിലിറ്റി ഉള്ള ലീഡർ തന്നെയാണ് നിത്യാനന്ദ റായ്. യാദവ് ലീഡർ എന്നുള്ളത് അതൊരു വലിയ ഒരു തൂർപ്പുചേട്ട് തന്നെയായിരിക്കും ബീഹാറിൽ. പ്രത്യേകിച്ച് ലാലു പ്രസാദ് യാദവും റാബ്രി ദേവിക്കൊക്കെ ശേഷം മറ്റൊരു യാദവൻ ബീഹാറിൻ്റെ മുഖ്യമന്ത്രിയാകാൻ പോകുന്നു. അതും BJPയിൽ നിന്നെന്ന് പറയുമ്പോൾ അവിടെ ഒരു വലിയ ചേഞ്ചാണ് ഉണ്ടാവുക.